കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക. OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക. ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ട്രഷറിക്ക് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി രാജാക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിലെ ട്രഷറി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് EK രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പരാജയമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ പണം കൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അവരുടെ ജീവിതമെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറ്റിവെച്ച് തൊഴില് പരിപൂർണമായി പൂർത്തീകരിച്ച് അവർ പുറത്തിറങ്ങി അവരുടെ ജീവിതം ബാക്കിയുള്ള ജീവിതകാലം ഇത് കുട്ടികളെ സംബന്ധിച്ചും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ചേർന്ന് നിൽക്കുന്ന എത്ര പേരുടെ ആളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ആദ്യം ഭൂപടത്തിൽ സെർച്ച് ചെയ്യുന്നത് UK എവിടെയാണ്, കാനഡ എവിടെയാണെന്നാണ്. കിങ്ങിണി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജോസഫ് PJ മുഖ്യ പ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, ദേവസ്യ, കുര്യാക്കോസ്, ജോർജ് പൗലോസ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.